റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്നത്തെ റീഡിങ് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് തോന്നുന്ന ട്രൂ ഫീലിങ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. റെസനേറ്റായ കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി, അല്ലാത്ത വിട്ടുകളയൂ. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് തോന്നുന്ന എന്തൊക്കെ ഫീലിങ്സാണ് ഉള്ളത് എന്ന് നോക്കാം. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് വളരെയധികം സ്നേഹമായിരുന്നു. എന്നാൽ ആ സമയത്ത് തന്നെ ഒന്നില്ലെങ്കിൽ അവരുടെ സിറ്റുവേഷൻ ആവാം, അല്ലെങ്കിൽ അവരുടെ പാരൻസോ മറ്റു ഫ്രണ്ട്സോ ആരെങ്കിലുമൊക്കെ നിങ്ങളെക്കുറിച്ച് മോശമായ കാര്യങ്ങൾ പറയുകയും അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുമായിട്ട് പിണങ്ങിയിട്ട് വിട്ടു നിൽക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അവർ അതായത് നിങ്ങളുടെ പേഴ്സണെ ചീറ്റ് ചെയ്യായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കിയതോടുകൂടി നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് കൂടുതൽ സ്നേഹം തോന്നുകയും, എന്നാൽ ഈ സമയം അവർക്ക് വളരെയധികം സ്നേഹമാണ് നിങ്ങളോടുള്ളത്. നിങ്ങളെ ഒരു സോൾമേറ്റ് ആയിട്ടും അതുപോലെ തന്നെ ഒരു പാസ്റ്റ് ലൈഫ് ആയിട്ട് വളരെയധികം ബന്ധമുള്ള ഒരു റിലേഷനായിട്ടാണ് അവർക്ക് നിങ്ങളെ കാണാൻ കഴിയുന്നത്. അതുപോലെ നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ റിലേഷന് വേണ്ടിയിട്ട് അവർ ഈ സമയം വെയിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നിങ്ങളോട് കാണിച്ച എല്ലാ അതായത് നിങ്ങളോട് ദേഷ്യപ്പെടുക അല്ലെങ്കിൽ വഴക്കൂടി പോവുകയൊക്കെ ചെയ്തതിൽ അവർക്ക് വളരെയധികം വേദനാജനകമായ സിറ്റുവേഷൻ ഉണ്ടാവുകയും അതിൽ അവർക്ക് വളരെയധികം കുറ്റബോധം തോന്നുകയും എന്നൊരു ഫീലിങ്സ് കൂടി ഈ സമയത്ത് അവർക്കുണ്ട്. അവർ ഈ സമയം ആഗ്രഹിക്കുന്നത് വളരെ സമാധാനത്തോടു കൂടി എല്ലാം ബാലൻസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ്. അതായത് നിങ്ങളുടെ റിലേഷനെ ഒന്നുകൂടി നല്ല രീതിയിൽ ദൃഢതയോട് കൂടിയിട്ട് വളരെയധികം പാഷനോട് കൂടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് അവർ ഈ സമയം ആഗ്രഹിക്കുന്നത്. നിങ്ങളെ വിട്ടുകളയാൻ അവർക്ക് താല്പര്യമില്ല. അതുപോലെ തന്നെ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ ഈ ബന്ധത്തിൽ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവന്നത്, അതിൽ ഒരു പുതിയ തുടക്കം കൊണ്ടുവരാനാണ് അവർ ഈ സമയം ആഗ്രഹിക്കുന്നതും. നിങ്ങളെ വളരെയധികം സ്നേഹം ആണ് ഈ സമയം നിങ്ങളോടുള്ളത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ മാനിഫെസ്റ്റ് ചെയ്യുകയും അതിൽ എന്തെങ്കിലും മാജിക്കലായിട്ട്, അതായത് നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടിയിട്ട് അവർ വളരെയധികം ആഗ്രഹിക്കുകയും ചെയ്യുന്നൊരു സമയമാണ് അവർക്ക് ഈ സമയമുള്ളത്. അതിനു വേണ്ടിയിട്ട് അവർ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ചിന്തയും കൂടി അവർക്ക് ഈ സമയമുണ്ട്. കാരണം നിങ്ങളോട് പിണങ്ങിപ്പോയത് കൊണ്ട് എന്ത് പറഞ്ഞിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വരിക? അവർക്ക് പറ്റിപ്പോയ തെറ്റിനെ കുറിച്ച് നിങ്ങളോട് സോറി പറഞ്ഞാൽ നിങ്ങൾ അത് ക്ഷമിക്കാൻ തയ്യാറാവോ എന്നുള്ളൊരു കൺഫ്യൂഷനും കൂടി അവർക്ക് ഈ സമയം ഉള്ളതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്.